അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പണ്ടത്തെ സ്നാക്കായിട്ടാണ് ചുക്കപ്പം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോഴത്തെ കുട്ടികളൊന്നും അധികമൊന്നും കഴിക്കാത്തൊരു സ്നാക്കും കൂടിയാണ്. പെട്ടെന്നാണ് ഉണ്ടാക്കാനും, അരിപ്പൊടി മതി നമുക്കിത്, ധാരാളമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എളുപ്പം ഉണ്ടാക്കിയെടുക്കാനേ പറ്റുന്നതാണ്. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ് ഈ ഒരു ചുക്കപ്പം. നമുക്കിത് കുറേ കാലം എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുറച്ച് കാലം നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാനായാലും ഒക്കെ എടുത്തേക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചുക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഒഴിക്കുന്നത് നെയ്യാണ്. 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 6 അല്ലെങ്കിൽ 7 ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് അതേപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാവുന്നതാണ്. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. മാക്സിമം നെയ്യ് ഒഴിക്കാൻ നോക്കുക. ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഉള്ളി വാടിയിട്ട് കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. പൊടി വാട്ടാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. 250 ml 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏത് കപ്പിനാണോ നിങ്ങൾ പൊടി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ അളന്നിട്ട് തന്നെ വെള്ളം എടുക്കണം. എത്രയാണോ പൊടി എടുക്കുന്നത് അത്ര തന്നെ നമ്മൾ വെള്ളം എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 സ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സാക്കാം. അപ്പോൾ തന്നെ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ വെള്ളം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ. 250 ml 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 250 ml 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അരിപ്പൊടി. എത്രയാണോ നമ്മൾ പൊടി എടുക്കുന്നത്, ഏത് കപ്പിനാണോ പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളവും അതേ കപ്പിൽ തന്നെ പൊടിയും നമ്മൾ എടുക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ആ വാടി വന്നതിലേക്ക് കരിഞ്ജീരകമാണ്, 2 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് കരിഞ്ജീരകമാണ് നമ്മൾ ഈ ഒരു ചുക്കപ്പം സ്നാക്കിനകത്ത് നിൽക്കേണ്ടത്. നല്ലൊരു ടേസ്റ്റാണ്. കരിഞ്ജീരകം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഇനി നമുക്ക് വെള്ളം പാകമാണോ നോക്കൽ, ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അതെ ഒരു ബോള് നമ്മൾക്കൊരു ഷേപ്പ് ആക്കാനുള്ളൊരു ഒട്ടുന്നുണ്ടല്ലോ, ആ ഒരു പരുവം വരുമ്പോൾ വെള്ളം പാകമാണെന്ന് മനസ്സിലാവും. അഥവാ വെള്ളം കുറവാണ്, പൊട്ടിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാനതൊന്ന് മൂടി വെച്ചതാണത്. 3 മിനിറ്റ് മൂടി തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ടി വരും ചുക്കപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് മൂടി വെച്ചത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു തട്ടിനകത്ത് ഇട്ടിട്ട് വേണം നമുക്കതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നല്ല ചൂടോടെ തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ വെള്ളം ഒന്ന് കൈകൊണ്ട് തൊട്ട് തടവിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളത്തിലൊന്നും കുഴച്ചെടുക്കരുത്. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴക്കൂലേ, അതുപോലെ തന്നെ കുറച്ചൊന്ന് വെള്ളം തൊട്ട് വേണം കുഴക്കാൻ. ഒരുപാട് വെള്ളം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുക്കപ്പം പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് എണ്ണയ്ക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിച്ച് എല്ലതും എണ്ണയിൽ നിന്ന് പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോകരുത്. വെള്ളം മാക്സിമം കുറച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തൊട്ട് കുഴച്ച് എല്ലാതൊന്ന് പരിവാക്കി എടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഓരോ മുട്ട പകുതിയായിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആവണ തരത്തിലൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആവണ തരത്തിലൊന്ന് കുഴച്ചെടുക്കണം. നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഒഴിക്കുന്നത് നിർത്താവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ 250 ml 2 കപ്പ് പൊടിയിലേക്കാണ് ഒരു മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു 3 കപ്പ് പൊടി എടുക്കുകയാണെങ്കിലും ഒരു മുട്ട തന്നെ ആയിരിക്കും ധാരാളമാണ്. 1 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട തന്നെ മതി. ഒരു മുട്ട വേണ്ടി വരില്ല നമുക്കൊന്നും. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്പൂണും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് മുട്ട. ഇപ്പോൾ ഒരു 3 സ്പൂണോളം ഞാൻ മുട്ട ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇത് കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി മുട്ടൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു മുട്ട വേണ്ടി വന്നിട്ടില്ല. ഒരുപാട് കൂടി വെള്ളവും അതേപോലെ മുട്ടയൊക്കെ ഒരുപാട് കൂടി പോകുമ്പോഴാണ് നമുക്ക് ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ഷേപ്പൊന്നും കിട്ടാത്ത ബുദ്ധിമുട്ട്. നമുക്കതൊരു ഷേപ്പ് ആക്കാൻ കിട്ടുന്നുണ്ട്, ഒരു ബോളൊക്കെ ആക്കാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്ക് ആ ഒരു ചുക്കപ്പത്തിൻ്റെ മാവ് റെഡിയായി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് നീട്ടി ബോള് നീട്ടി വെക്കണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടൺ ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ നീട്ടി വെച്ചത് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് എടുത്തിട്ട്
ഇങ്ങനെ ബോളാക്കി നടുവിലൊന്ന് അമർത്തി കൊടുക്കണം. ഇതൊരു ബട്ടൺ ഷേപ്പ്. ഇതുപോലെ എല്ലാതും അതുപോലെ ചെയ്യണം. ഒരു മീഡിയം വലുപ്പത്തിൽ ആണ് നമ്മളിപ്പോൾ ഈ ഒരു ബോൾ ഷേപ്പ് ബട്ടൺ ഷേപ്പ് ആക്കി എടുക്കേണ്ടത്. ഈ ഒരു സ്നാക്കിൻ്റെ ഷേപ്പ് ആക്കി എടുക്കേണ്ടത്. വലിയതൊന്നും ആയി പോകരുത്. അപ്പോൾ ഉള്ളു വേവാൻ വലിയ പണിയായിരിക്കും. കുറേ മാവെടുത്ത് വലിയ ബോളൊക്കെ ഉണ്ടാക്കിയാൽ ഉള്ളു വേവാൻ കുറച്ച് പണിയായിരിക്കും. എല്ലതും ഈവണായിട്ട് ഒരേപോലെ തന്നെ കുറേയൊക്കെ മാക്സിമം ഒരേ വലുപ്പത്തിൽ ഒരേ ഒരു ഷേപ്പിലും ഒക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപോലെ തന്നെ പെട്ടെന്ന് എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വലുതും ചെറുതും ആകുമ്പോൾ നമുക്കത് ഒരുപോലെ വെന്ത് കിട്ടില്ല. പലതും വേവാത്തതും വേവ് കുറവുള്ളതും വേവ് കൂടുതലുള്ളതും ഒക്കെ ആവും. അപ്പോൾ മാക്സിമം ഒരേ വലുപ്പത്തിൽ ഒരേ പാകത്തെ വലുപ്പത്തിലൊക്കെ ആക്കി എടുക്കുക. വീട്ടിലെല്ലാവരെ കൊണ്ടും നമുക്ക് ഇത് ചെയ്യിപ്പിക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇതൊന്ന് റൗണ്ടാക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കി തരാൻ പറയാം. അപ്പോൾ ഞാനിത് എല്ലതും ഷേപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്നാക്ക് എല്ലാതും കൂടി ഒരുമിച്ച് ഈ ഒരു മാവ് എല്ലാതും കൂടി ഒരുമിച്ച് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പാടനെ നമുക്ക് ഇളക്കരുത്. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രമേ ഇളക്കാവുള്ളൂ. ഇട്ടെടുത്ത പാടനെ ഇളക്കരുതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും. ഇട്ടെടുത്ത പാട് നമ്മളിപ്പോൾ മാവ് എല്ലാതും കൂടി ഒപ്പം ഇട്ട് കൊടുത്തല്ലോ, ഒപ്പം ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാതും കൂടി ഒട്ടി നിൽക്കുമായിരിക്കും. അപ്പോൾ വേവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇളക്കുമ്പോൾ അതെല്ലാതും കൂടി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെടും. ഷേപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കുറച്ച് ടൈം വേണം. ഞാനിപ്പോൾ സ്പീഡാക്കിയത് കൊണ്ടാണ്, ക്യാമറ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് പെട്ടെന്ന് വെന്ത മാതിരി തോന്നുന്നത്. അല്ലാതെ കുറച്ച് ടൈം പിടിച്ചിട്ടാണ് ഇതൊന്ന് ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുറച്ച് ടൈം പിടിച്ചിട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്, ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചുക്കപ്പത്തിന്. ഞാനിപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്ത പാടനെ ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റോ 1.5 മിനിറ്റോ കഴിഞ്ഞിട്ട് ഇളക്കാവുള്ളൂ. പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോഴൊക്കെയാണ് ഈ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നത്. വെള്ളം കൂടുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുപോലെ ഇട്ട് കൊടുത്ത പാട് ഇളക്കുമ്പോഴും പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇതൊന്നും പൊട്ടിത്തെറിച്ച് പോയിട്ടില്ല. വെള്ളം പാകമാണ്. അത് മുട്ടൻ്റെ അളവും പാകമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു 3 സ്പൂൺ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ മാവ് സോഫ്റ്റ് ആവണ തരത്തിൽ സോഫ്റ്റായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിക്കുന്നത് നിർത്തണം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും വെന്തിട്ടുണ്ട്. 2-3 കാര്യങ്ങളാണ് ഈ ഒരു ചുക്കപ്പത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാനായാലും നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാലം എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കാനായാലും പറ്റുന്ന നല്ലൊരു സ്നാക്കും കൂടിയാണ്. കുറച്ച് 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ മാവ് കുഴക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്. അതേപോലെ ഒരുപാട് വെള്ളത്തിൽ കിടത്തി ഇതൊന്ന് വാട്ടിയെടുക്കരുത്. മാവ് ഈ ഒരു പൊടി ഒരുപാട് വെള്ളത്തിൽ കിടത്തി വാട്ടിയെടുക്കരുത്. അതുപോലെ മാവിൽ വെള്ളം കൂടി പോവരുത്. നമ്മൾ തൊട്ട് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവരുത്. കുറേശ്ശെ കൈ നനയാൻ മാത്രമായിട്ട്, കൈയിൻ്റെ ഒരു നനവിന് മാത്രമായിട്ടൊന്ന് വെള്ളം തൊട്ടാൽ മതി. പിന്നെ മുട്ട കുറച്ച് ഞാനിപ്പോൾ 3 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും സോഫ്റ്റ് ആവണ തരത്തിൽ. നിങ്ങൾക്ക് കുഴച്ച് വരുമ്പോൾ കയ്യിൽ മനസ്സിലാവും സോഫ്റ്റ് ആവുന്നുണ്ട്, കുറച്ചുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ ആ മുട്ട ഒഴിക്കുന്നത് നിർത്തണം. പിന്നെ അതേപോലെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ഈ ഒരു വെള്ളം കൂടുതലുള്ളതും പിന്നെ അതേപോലെ ഇട്ട പാടനെ നമ്മൾ മാവ് ഈ ബോളാക്കി ഇട്ട പാടനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഷേപ്പൊക്കെ പോയിട്ട് അത് പൊട്ടിത്തെറിക്കണത്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.